ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മുടെ കോളേജിലെ ഓണം സെലിബ്രേഷൻ വീഡിയോ ആണ് ഇത്. നമ്മളോട് പറഞ്ഞ 9 മണിക്ക് റെഡിയായി നിൽക്കാനാണ്. പക്ഷേ ആക്ച്വലി 10-11 മണിയായി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേനും. അപ്പം ഞാൻ ഹെയർ കേൾ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ഗീതികയാണ് ചെയ്തിരുന്നത്. ഞാൻ ആദ്യം പകുതി ഹെയർ കേൾ ചെയ്തുള്ളൂ. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. നമ്മൾക്ക് ഇന്ന് മെസ്സിൽ ഉപ്പുമാവാണ്. പക്ഷേ എനിക്ക് ഉപ്പുമാവ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഉപ്പുമാവ് വാങ്ങിച്ചില്ല. പകരം പാലും ബൂസ്റ്റും കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പാൽ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഓൾമോസ്റ്റ് ഒരു 8 മണിയായപ്പോഴാണ് ഞങ്ങൾ ഒരുങ്ങാൻ തുടങ്ങുന്നത്. ഞങ്ങളുടെ മുമ്പിൽ 1 മണിക്കൂറേ ഉള്ളൂ. പക്ഷേ ഭാഗ്യത്തിന് ചേച്ചിമാർ കറക്റ്റ് 9 മണിക്ക് വരാത്തതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഞാനങ്ങനെ അധികം ഒരുങ്ങുന്ന കൂട്ടത്തിലല്ല കേട്ടോ. എനിക്കാണെങ്കിൽ ഞാൻ +2 തൊട്ടാണ് ലിപ്സ്റ്റിക്ക് പോലും ഇടാൻ തുടങ്ങിയത്. അതിന് മുമ്പ് വരെ എനിക്ക് അതുപോലും ഇല്ലായിരുന്നു. എന്നാൽ ഞാൻ ഓണത്തിൻ്റെ അന്ന് ശരിക്കും അങ്ങ് ഒരുങ്ങി. ലൈക്ക് ഹൈലൈറ്ററും ബ്ലഷും കാര്യങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് ഒരുങ്ങി. ഇച്ചിരി ഐ മേക്കപ്പൊക്കെ ചെയ്തിട്ട് ഭയങ്കരമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് ഇച്ചിരി അത്യാവശ്യം കൂടുതലാണെന്ന് തോന്നുന്ന രീതിയിൽ ഞാൻ ഒരുങ്ങിയായിരുന്നു. അപ്പം എന്താണ്ട് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇയർച്ചേനൊക്കെ വെച്ചപ്പോഴത്തേനും ഒരുമാതിരി അങ്ങ് ദേവസേനയുടെ ലുക്ക് വന്നു. കാരണം എൻ്റെ ആ ഡ്രസ്സിൻ്റെ കളർ കോമ്പിനേഷൻ ആണെങ്കിലും ആ ദേവസേനയുടെ ആ ഒരു പാട്ടിനകത്ത് ഉള്ള ആ ഒരു ഡ്രസ്സിൻ്റെ സെയിം കളർ കോമ്പിനേഷനാണ്. മറ്റേ എന്താ പറയുക, പീക്കോക്ക് ബ്ലൂ, പീക്കോക്ക് ഗ്രീൻ, ആ ഒരു കോമ്പിനേഷനാണ് എൻ്റെ ഡ്രസ്സിൻ്റെ. അങ്ങനെ ദാണ്ട് എൻ്റെ മുടി കേൾ ചെയ്ത് കഴിഞ്ഞപ്പം ഗീതിക വിനായകയുടെ മുടിയും കേൾ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റിൻ്റെ ഫുൾ ലുക്ക് വേറൊരു ക്ലിപ്പിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ പറയുക, ഫുൾ റെഡിയായി. നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് തന്നെ ഒരു ഇതൊക്കെ തോന്നലൊക്കെ വന്ന് അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത്. അപ്പോൾ അതൊക്കെ നിങ്ങളിരുന്ന് കണ്ടോ കേട്ടോ. ഞാൻ ബാക്ക്ഗ്രൗണ്ടിലൊരു സോങ് ഒക്കെ ഇട്ടങ്ങ് തരാം. ഇനി ഞാൻ നിങ്ങളെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ കാണിച്ചു തരാം. ദാണ്ട് ഇതാണ് അർച്ചന. ഞാൻ നേരത്തെ ക്ലിപ്പിൽ ശ്രേയെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് ആറ്റ്ലി ടോണി. ഇനി അടുത്ത ക്ലിപ്പിൽ വരുന്ന മേഘയാണ്. അപ്പോൾ ഞാനത് റിയൽ വോയിസ് ആണ് കൊടുക്കുന്നത്. പകുതി മുറിക്കോ, ഇവിടെ പകുതി മുറി കൊള്ളാം. അടിച്ചു പൊളിക്കണം കഴിച്ചിട്ട്. അതെ അതെ, പൊളിക്കും. ആ സൗണ്ട് ഞാൻ ഇടാമേ. നേരത്തെ വീഡിയോയിൽ എന്തൊക്കെയോ ഇങ്ങനെ പൊട്ടത്തരമൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മളെല്ലാവരും ഇങ്ങനെ സുന്ദരി മണികളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് നമുക്ക് പോലും അറിയത്തില്ല. ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്ന് വട്ടം തിരിഞ്ഞ് കളിക്കുമായിരുന്നു. ഞങ്ങൾക്കാണെങ്കിൽ ഫ്രണ്ടിലത്തെ ഡിമാൻഡിലോട്ട് പോകാൻ പെർമിഷൻ ഇല്ലായിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ നല്ല ഫോട്ടോയും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. നല്ലൊരു സ്റ്റോറി ഇട്ടില്ല. ഇങ്ങനെ കുറച്ച് ലൂപ്പ് ഹോൾസ് ഉണ്ടായിരുന്നു പരിപാടിക്ക്. എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പം ദാണ്ട് ഇത് ഏഞ്ചൽ. ഞങ്ങൾ 3 പേരെയും കണ്ട് ഒരുപോലെയൊക്കെ ഇരിക്കുമെന്ന് ആൾക്കാർ പറയുന്നത്. എന്നെയും മേഘയും കണ്ട എപ്പോഴും പറയും. ഞങ്ങളുടെ ടീച്ചേഴ്സിന് വരെ ഞങ്ങൾ ഒരുപോലെ ഇരിക്കുമെന്നാണ് പറയുന്നത്. അപ്പം ദാണ്ട് കണ്ടു, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഓൾമോസ്റ്റ് ഒരു 10 മണി ആവാറായപ്പോഴാണ് നമ്മൾ ചേച്ചിമാർ വന്ന് ഹോസ്റ്റലിൽ നിന്ന് വിളിക്കുന്നത്. അങ്ങനെ നമ്മൾ താഴോട്ട് ഇറങ്ങി പോവാണ്. ദാണ്ട് ഇതാണ് അഭിന. അങ്ങനെ ഞങ്ങൾ ഇത് ഹോസ്റ്റലിൻ്റെ പുറത്ത് ഇറങ്ങിയിട്ടുള്ളതാണ്. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയപ്പം താണ്ടോടെ എന്തോ ഒരു കാറ്റ്. ആ കാറ്റത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച മുടി ഫുള്ള് പോവും, അത്രയ്ക്ക് കാറ്റായിരുന്നു. ഇതാ ഞാൻ നിങ്ങളോട് പറഞ്ഞ എൻ്റെ ആ കളർ കോംബോ കറക്റ്റ് ദേവസേനയുടെ കളർ കോംബോ ആണ്. ഇതാണ് എൻ്റെ ഫേബമോൾ. ദാണ്ട് ശ്രേയ, ഫിനി എല്ലാവരും ഉണ്ട്. പറയാനാണെങ്കിൽ കുറേ പേരെ പറയാനുണ്ട്. എനിക്ക് വേണ്ടി ഇൻട്രോ എൻ്റെ ഫേവമോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നാട് കണ്ടോ, നല്ല മഴക്കോളൊക്കെ ആയിട്ട് രാവിലെ ചെന്ന് അതിൻ്റെ കാറ്റാണ് ഈ കാണുന്നത്. പക്ഷെ ചെന്നിരുന്ന് പരിപാടി തുടങ്ങിയപ്പോഴത്തേനും വെയിലിങ്ങ് വന്ന്. ഓപ്പൺ സ്റ്റേജ് കൂടായിരുന്നേ പരിപാടി. അത് ശരിക്കും നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്തു. കാരണം രാവിലെ ആയിരുന്നെങ്കിൽ മുട്ടം വെയിലും, ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ നല്ല അടിപൊളി മഴയായിരുന്നു. അതുകൊണ്ട് കുറച്ചൊക്കെ ഓണപരിപാടി മഴ കൊണ്ടുപോയി എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. പിന്നെ ഞാൻ ഈ വീഡിയോ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും 2 പാർട്ടും കാണണം. ഇനി നമ്മുടെ മാവേലിയുടെ എൻട്രി ഒക്കെ ഉണ്ട്. അത് പൊളിയാണ്. നമ്മുടെ ഈ വർഷത്തെ മാവേലി വാസ് ജസ്റ്റ് അടിപൊളിയായിരുന്നു. അപ്പം നിങ്ങൾ തന്നെ ഇനി അങ്ങോട്ടുള്ള പരിപാടികളൊക്കെ ഇരുന്ന് കണ്ടു. ഞാൻ അധികം വോയിസ് ഓവറൊന്നും കൊടുക്കുന്നില്ല.
ആലോചിച്ചാ ഇതെടുത്ത് പ്രജകളോട് തരാൻ പറഞ്ഞ് സുന്ദരമായിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാം വീട്ടിൽ പോവാൻ പറ്റാത്തതിന്റെ സങ്കടം ഉണ്ടല്ലേ. അതൊന്നും വേണ്ടടോ, ഒന്നും വേണ്ട. നമ്മള് ഓണാലോചിക്കുമ്പോ നമ്മുടെ നാട്ടിലൊക്കെ ആക്കണം തന്നെ ആഗ്രഹം. പക്ഷെ കേരളം എന്നുള്ള ഒരു സ്ഥലമല്ല. മലയാളികൾ എവിടെ നിൽക്കുന്നു അതാണ് കേരളം. അത് എവിടെയാണെങ്കിലും. അപ്പൊ മാവേലി ബാംഗ്ലൂരിലാ. ശരിക്കും സന്തോഷമായിരുന്നു മക്കളെ കണ്ടപ്പോ. സുന്ദരിമാരായിട്ട് ഇരിപ്പുണ്ട്, നന്നായിട്ട് എൻജോയ് ചെയ്യാം. എനിക്ക് കളിയും കാര്യങ്ങളെല്ലാം കാണണം. കണ്ടു എന്തൊരു വെയിലാന്ന്. ഞങ്ങൾ ഷോളൊക്കെ ഇട്ടിരിക്കും, മിക്കവരും ഇങ്ങനെ ഷോൾ ഇട്ടിരിക്കും, അത്രയ്ക്ക് വെയിലായിരുന്നു. 4th years ആണ് തിരുവാതിര കളിച്ചത്. ഇനി അടുത്തത് നമുക്ക് മലയാളി മങ്കയുടെ പരിപാടിയാണ്. അപ്പം നിങ്ങളത് കാണണം കേട്ടോ. Krishna, Yadava Krishna, Yadukula Krishna, Amadeva Krishna, Yadava Krishna, Yadukula Krishna, Amadeva Krishna. എല്ലാവർക്കും എന്റെ നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാനിന്നിവിടെ നിൽക്കുന്നത് ഒരു മത്സരാർത്ഥിയായി മാത്രമല്ല, നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരികവും നമ്മുടെ കേരളത്തിന്റെ ഭൗതികവുമായ കാര്യങ്ങൾ ഹൃദയത്തിൽ സംഭവിച്ചു. എൻ്റെ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് ആവുമോ അറിയത്തില്ല, പക്ഷേ ഇനി നമ്മുടെ ഡാൻസും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ അടുത്ത വീഡിയോ നിങ്ങൾ കാണേ. ഞങ്ങളുടെ പിള്ളേരുടെ ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത ഡാൻസാണ്. അപ്പോൾ നിങ്ങൾ തന്നെ കാണും കേട്ടോ. കൂട്ടങ്ങൾ ഒന്നാട്ടെ ഒരുമിച്ച് നിന്നാട്ടെ. അപ്പോൾ
അപ്പോൾ രാവിലെ അത്രേ ഉള്ളായിരുന്നേ പരിപാടി. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ സദ്യ കഴിക്കാൻ വേണ്ടി പോവാണ്. ഇപ്രാവശ്യം ഓണം ഗെയിംസ് ഒന്നും അധികം ഇല്ല കേട്ടോ, കാരണം മഴയൊക്കെ ആയതുകൊണ്ട്. പിന്നെ ഓണത്തല്ലൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് പാർട്ട് കാണണം കേട്ടോ. ഇതാണ് നമ്മുടെ പൂക്കളം. മെസ്സിൻ്റെ അടുത്താണ് പൂക്കളം ഇട്ടത്. പിന്നെ ഈ വാഴയിലൊക്കെ വെച്ച് ഇങ്ങനെ ഫോട്ടോ എടുക്കാനുള്ളൊരു സെറ്റപ്പും ചേച്ചിമാരൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടു, ഇത് സദ്യ കഴിക്കാനുള്ള തിരക്കാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറി സദ്യയൊക്കെ കഴിക്കുന്നുണ്ട്. ബാക്കി ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് നാളെ തന്നെ ഇടാവേ, എല്ലാവരും കാണണേ. അപ്പം നിങ്ങളുടെ ഓണവിശേഷങ്ങളൊക്കെ കമൻറ്റിൽ പറയണേ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഞാൻ സദ്യയൊക്കെ കഴിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബായ്.